മകൾ. ജാതി മതമൊന്നും പ്രശ്നമല്ല. കോഴി ഫാം നോക്കി നടത്താൻ പറ്റിയ ആളെ. ഇതെന്താപ്പത്? കോഴി ഫാം നോക്കി നടത്താൻ എന്റെ മോനെ ഞാൻ പഠിപ്പിച്ച്. എന്നാ പിന്നെ ജോലിക്ക് ഒരാളങ്ങോട്ട് നിർത്തിയാ പോരെ. എന്തിനാ മോക്ക് കല്യാണാലോചന? പോയി ഇവിടെ ഇരിക്കാണോ? രാവിലെ എടുത്ത് നോക്കാനുള്ളത് തീർന്നില്ലേ? ഇപ്പൊ നിനക്ക് പറ്റിയ വല്ല പെൺകുട്ടികളും ഉണ്ടോന്ന് നോക്ക. നേരം വെളുക്കുമ്പോ തൊട്ട് അതില് നോക്കിയിരുന്ന പെണ്ണ് കിട്ടണ എങ്ങനെയാണ്? എല്ലാവർക്കും സർക്കാർ ജോലി മതി. ആ അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ സത്യശീലൻ ചേട്ടനില്ലേ, അച്ഛന്റെ കൂട്ടുകാരൻ? സത്യേട്ടൻ മാനേജറായ സ്കൂളിൽ ഒരു 3 അധ്യാപകരുടെ ഒഴിവുണ്ട്. അതിൽ ഒരെണ്ണം അംഗപരിമിതർക്ക് കൊടുക്കേണ്ടതാണ്. ബാക്കി 2 ആരെ വേണേലും നിയമിക്കാം. അതിനൊക്കെ ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരില്ലടാ. പൈസ കൊടുക്കേണ്ടി വരും, എന്നാലും എല്ലാവരോടും വാങ്ങണ ഒരു പൈസ നമ്മളോട് വാങ്ങൂലല്ലോ. ഒരു ഇളവൊക്കെ ചെയ്ത് അന്നൊരു പോസ്റ്റ് കിട്ടിയ രക്ഷപ്പെട്ടില്ല അമ്മ. എന്തായാലും നിന്റെ അച്ഛന്റെ കൂട്ടുകാരനായതുകൊണ്ട് കൈവിടൂല. നിനക്കറിയാമോ ഈ സത്യേട്ടന്റെ സ്കൂളിലേക്ക് പിള്ളേരെ പിടിക്കാൻ വേണ്ടിട്ട് അച്ഛൻ പോയ കഥ? എന്റെ പൊന്നോ, അതൊന്നും നിർത്ത്. ഇത് 100 വട്ടമല്ല എന്നോട് പറയണ്. അച്ഛനുള്ള കാലത്തും പറയും തുണി അഴിച്ചു കൊടുത്ത കഥ. അച്ഛനും സത്യേട്ടനും കൂടി പിള്ളേരെ പിടിക്കാൻ പോയി. അപ്പൊ പട്ടി ഓടിച്ചിട്ട് മുണ്ട് കടിച്ച് കീറി. അപ്പൊ അച്ഛന്റെ ഡബിൾ മുണ്ട് കീറി പകുതി പുള്ളിക്ക് കൊടുക്കാൻ കൊടുത്ത ഈ കഥയല്ലേ? അതെ. പാവം അച്ഛൻ മരിക്കണേന്റെ തലേ ദിവസവും എന്നോട് ആ കഥ പറഞ്ഞു. വെറുതെ മുണ്ട് കീറി കൊടുത്ത കാര്യം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. പുള്ളിനോട് പോയി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. കിട്ടിയ ജീവിതം രക്ഷപ്പെട്ടില്ലേ? പോയി നോക്കാടാ. എന്നാ നാളെ രാവിലെ നമുക്ക് പോവാം. ഇതെവിടെ വെക്ക്, വെറുതെ പെണ്ണുങ്ങളുടെ അച്ഛന്മാരുടെ വായിലിരിക്കണ കേൾക്കാനായിട്ട്. ഞാനിപ്പോ വിളിച്ചപ്പോഴേ ഒരു വക്കീൽ പെണ്ണ്, അവള് തന്നെ ഫോണെടുത്ത്. എന്നിട്ട് അവള് പറയണ അവർക്ക് സർക്കാർ ജോലിക്കാരൻ മതി. വക്കീലിന് കേസില്ലാതിരിക്കുകയായിരിക്കും. അപ്പൊ എനിക്ക് സർക്കാർ ജോലി വേണമല്ലോ ജീവിക്കണമെങ്കിൽ. ഞാൻ വല്ല തൊഴിലുറപ്പിനും പോയാലാന്ന് ആലോചിക്കാണ്. അതും സർക്കാർ ജോലിയാണല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ. റവന്യൂ സ്റ്റാമ്പ് ഒപ്പിട്ടാണ് ശമ്പളം മേടിക്കണ. ഒരു പഴയ ഫുൾക്കൈന്റെ ഷർട്ട് വിട്ട് അവിടെ പോയി നിന്നാ പോരെ. എന്തായാലും സത്യേട്ടനോട് പോയെന്ന് പറയാ. നാളെ പോവാം നമുക്ക്. പോവാം. മോനെ മോനെ സത്യ സാർ ഇപ്പോഴേ വരുമോ മോനെ? മോന്റെ ബോഡി ഉഷാറാട്ടാ. 6 പാക്കിൽ 1-2 കുറവുണ്ടെന്നല്ലോ. നല്ല അടിപൊളിയാ. നമ്മക്കുണ്ട് അതിനങ്ങനെ ആഗ്രഹം. വേടാ നേരെ കാലം കൈ നിൽക്കണ്ടേ, തലയും. എന്തോനം ഉണ്ടാത്ത? ഞാൻ നേരത്തെ വിളിച്ചിരുന്നേ. ഒന്നുമില്ല, വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാ വിളിച്ചത്. അതായത് ഈ അംഗവൈകല്യമുള്ള അധ്യാപകരെ നിയമിക്കുന്നതിന് മുമ്പ് നമുക്കായിരുന്നല്ലോ അധികാരം, സ്കൂൾ മാനേജ്മെന്റിന്. ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പോ ജില്ലാതല സമിതിക്കാണ് വരാൻ പോകുന്നു. ഇല്ല, രാഷ്ട്രീയ ഇടപെടലുകളൊന്നും ഇതിനകത്തില്ല. ഇതാ തിരുവല്ലയിൽ എങ്ങാണ്ടോ ഉണ്ടായിരുന്ന ഏതോ ഒരുത്തം വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് അവരെടുത്തിട്ടുള്ള തീരുമാനമാണ്. ഇനി ഉണ്ട്. ഇപ്പൊ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടേ. തീരുമാനമൊന്നും ആയില്ല. അതങ്ങനെ നിൽക്കപ്പോ ഞാൻ അതൊന്ന് പറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിച്ചതാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ശരി. എന്താടാ ഇത്? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഷർട്ട് ഊരിട്ട് ഇവിടെ വന്നിരിക്കരുതെന്ന്. നീ എന്താ കൃഷിശങ്കനോ? അകത്തി കയറിപ്പോടാ. പാലമുടി സമ്പ്രദായമൊക്കെ കണ്ടാ മതി. പറഞ്ഞാലും നമസ്കാരം സാർ. ആരാ സാറേ? ഞാൻ ഉണ്ണിയാന്ന്. ഇവിടെ ഇരിക്കേ. ഇങ്ങോട്ടേക്ക് വാ. അങ്ങോട്ട് വാ. പോയി അങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. എന്താ പോന്നത്? സാറിന്റെ സ്കൂളിലെ അംഗവൈകല്യ ആൾക്കൊരു ഒഴിവുണ്ട് എന്ന് കേട്ട്. ഒഴിവൊക്കെ ഉണ്ട്. അപ്പൊ ഞാന്
BA BEd ഫസ്റ്റ് ക്ലാസ്സാണ് സാറേ. ഓ കേറ്റിട്ടുണ്ട്. ആ അപ്പം അതിന്റെ ആ ഒഴിവിലേക്ക് എന്നെ പരിഗണിക്കണമെന്ന് പറയാനാണ് സാറേ വന്നത്. ആ ഇനിയിപ്പോ തന്നെ നമ്മളിവിടെ പോസ്റ്റ് ചെയ്തെന്ന് വെക്കുക. ആ അതെ. ഇവിടെ പോസ്റ്റ് ചെയ്താൽ ആ തനിക്ക് എന്ത് സംഭാവന തരാൻ പറ്റും? അല്ല സാർ, അത് സംഭാവന തരാൻ വേണ്ടി മാത്രം എൻ്റെ അടുത്ത് ഒന്നുമില്ല. എൻ്റെ അടുത്ത് അങ്ങനെ കഴിവില്ല. അതൊരു 4 സെന്റ് സ്ഥലവും വയൽക്കര ഒരു ചെറിയ വീടുവാന്നില്ലത്. വിറ്റാ തന്നെ 2 ലക്ഷം ഉറുപ്പിക കിട്ടും. അതിനിപ്പോ അതെന്റെ പേരിലും അല്ല സാർ, അമ്മയുടെ പേരിലാണ്. അങ്ങനെ ഒന്നുമില്ല സാറേ. മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടിട്ട് സാറേ. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു കാര്യം ചെയ്യാം, പിന്നീട് ആലോചിക്കാം. പോസ്റ്റ് ഉണ്ടല്ലോ സാറേ ഇടാ. ആ അതെ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം കേട്ടാ സാറേ. സർട്ടിഫിക്കറ്റ് ഒന്ന് നോക്കാം. ആ അതൊന്നും ഇപ്പൊ വേണ്ട, അതൊക്കെ അപ്പൊ മതിയേ. അത് ഇപ്പൊ വേണ്ട, അതൊക്കെ അപ്പൊ നോക്കാം. ശരി ശരി. ആ കുട്ടിയെ നോക്കണേ. ആ സാർ. ആ കുട്ടിയെ കുട്ടിയെ എടാ ആരാ ഇത്? വരൂ. ആ വ്യാരിയേ, ആ വാ അങ്ങോട്ടിരിക്കി. ആ കുട്ടി എവിടേക്കാ? അതിങ്ങനെ കണ്ടു വിളിച്ച് വരുന്നില്ല. ആ ഇരിക്കി. എവിടേക്ക് പോണ്? ആ അതെ, മോന്റെ കുട്ടിയാണ്. അപ്പൊ അത് കിടന്നിട്ട് ഇങ്ങനെ കളിക്കുക. അപ്പൊ ഇതേട് പോകും, ഇതിൽ അപ്പുറത്ത് കൂടെ വരും. പിന്നെ ഇതിൽ പോകും. അത് ഇവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്തെങ്കിലും ഒന്ന് മേടിക്കേണ്ടതായിരുന്നു. അത് വേണ്ട, കുഴപ്പമില്ല. എവിടെ കൊറേ കാലായാലും കണ്ടിട്ട്. എന്താ കല്യാണം എന്തെങ്കിലും ഉണ്ടോ? വേണ്ട, ഒന്നും വേണ്ട. ഒക്കെ അപ്പൂപ്പന് കിട്ടി. ഞാൻ അങ്ങോട്ട് പോക്കോ. ആ അപ്പോ എന്താപ്പോ? BEd ഒക്കെ കഴിഞ്ഞ് നിക്കാണ്. ഓ ഒരു നമ്മുടെ അവിടെ പാരലൽ കോളേജിൽ പോണ്ട്. പഠിപ്പിക്കാം. അപ്പൊ സത്യേട്ടന്റെ സ്കൂളിൽ ഇപ്പൊ ഒരു വേക്കൻസി ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് വരായിരുന്നു നിങ്ങള്. അപ്പൊ 2 ആഴ്ച മുമ്പ് വരികയായിരുന്നെങ്കിൽ നമുക്കത് നടക്കുമായിരുന്നു. ഇതിപ്പോ ഇനി 2 എണ്ണം ഇപ്പൊ കഴിഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് 1 എണ്ണം ഈ അംഗപരിമിതരായിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. എന്തപ്പോ കാട്ടുക? നിന്റെ അച്ഛൻ സദാശിവൻ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ സ്കൂളൊക്കെ തുടങ്ങണ സമയത്തേ അത് ഞങ്ങള് 2 പേരും കൂടെ കുട്ടികളെ പിടിക്കാൻ വേണ്ടി ഒരു പോക്ക് പോകൂട്ടായി. അതിലാ ഒരു നായ ഒരു പട്ടി കടിക്കാൻ വന്നിട്ട് മുണ്ട് കീറി അച്ഛനെപ്പോഴും പറയാറുണ്ട്. അതല്ലേ? അങ്ങനെ കുറെ സഹായങ്ങൾ പുള്ളിക്കാരൻ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സദാശിവന്റെ മോന് ഞാനിപ്പോ എന്ത് ചെയ്യുന്നതാണ്? അപ്പൊ മാർഗമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നമുക്കിപ്പോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട്. ഒരു കാര്യം, നമുക്ക് അടുത്തെന്തെങ്കിലും വരട്ടെ, അപ്പൊ ആലോചിക്കാം. അടുത്തൊരു പോസ്റ്റ് വരുമ്പോഴേ സത്യേട്ടൻ മറക്കാതെ പറയണേ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി. ചായ വേണ്ട, എടുക്കണ്ട. അപ്പൊ ഒരു മിനിറ്റ്. കണ്ണട കാണിച്ച്. ഇരിക്കി. ശരീരത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ? എനിക്കാ? അസുഖങ്ങളോ അങ്ങനെ എന്താ? ഇല്ലില്ല, അങ്ങനെ അസുഖമൊന്നുമില്ല. ഇടയ്ക്കൊരു പനി വരും. പിന്നെ കണ്ണട വെക്കുമോ? കണ്ണട വെച്ചത് ഇപ്പൊ എന്തിനാ? കണ്ണട ഒരു ചെറിയൊരു തലവേദന വന്നപ്പോ എഴുതി തന്നാണ് ഡോക്ടർ. വേറെ കുഴപ്പമൊന്നുമില്ല. കുറെ വായിക്കുമ്പോ ചെറിയൊരു തലവേദന. കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല? കാഴ്ച കുഴപ്പമൊന്നുമില്ല. എന്നാ കാഴ്ചക്ക് കുഴപ്പമുണ്ട്. സത്യേട്ട അവന് ഒരു കുഴപ്പമില്ല. ഉണ്ട്, കാഴ്ചക്കുറവുണ്ട്. ഇന്ന് മുതൽ കണ്ണ് കാണില്ല. അങ്ങനെ വെക്ക. അത് മതി. ഒരു കാര്യം ചെയ്യാം. ഞാന് ശീതളം എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ നമ്പര് തരാം. അതിലൊന്ന് വിളിക്കുക. എന്നിട്ട് അയാളെ പോയിട്ട് കാണുക. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇയാൾക്ക് കുറച്ചു കാലമായിട്ട് കാഴ്ചയേ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയാൽ മതി. ഈ അംഗപരിമിതരുടെ പോസ്റ്റില് നമുക്ക് പ്യാരീനെ അപ്പോയിന്റ് ചെയ്യാം. അതാ നല്ലത്. എന്റെ സദാശിവന്റെ മകന് ഞാൻ ഇതെങ്കിലും ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാണ്.
വിഷമിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ സത്യേട്ടൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് അറിയായിരുന്നു. വലിയ ഉപകാരം സത്യേട്ടൻ. ഓ, അപ്പൊ സമാധാനമായിട്ട് പോവാന്നർത്ഥം. എന്നാ ശരി. അല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് എനിക്ക്. അതായത് ഇപ്പോ ഇതുപോലെയുള്ള പോസ്റ്റുകൾക്കൊക്കെ ഇപ്പോ ആളുകൾ നല്ല പൈസ വാങ്ങിയിട്ടൊക്കെയാണ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും വാങ്ങാറില്ല. അല്ല, എന്തെങ്കിലും നമുക്ക് ചെയ്യണ കുഴപ്പമില്ല. അപ്പൊ ഈ അംഗപരിമിതനായിട്ടുള്ള ഒരു കക്ഷി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അധ്യാപകനെ പോസ്റ്റ് ചെയ്യുമ്പോ അയാള് തരാന്ന് പറയുന്ന 40 ലക്ഷം രൂപ ഇയാള് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല പുള്ളിക്കാരനെ, അതുകൊണ്ടാണ്. പിന്നെ പ്യാരിയാണ്, സദാശിവന്റെ മോനാണ്, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൊക്കെ ചെയ്യാം. പക്ഷെ അതുകൊണ്ട് അത്രയും പൈസ വാങ്ങിക്കുന്നില്ല എന്തായാലും ഞാൻ. ഒരു 2 രൂപ കുറച്ചിട്ട് തന്നാ മതി. 2 രൂപ 2 രൂപയല്ല, 40-ൽ നിന്ന് 2 രൂപ കുറച്ചാ മതി. ബാക്കി 38. അല്ല, മറ്റേ മുണ്ട് കീറിയത്, അച്ഛന്റെ മുണ്ട് കീറിയ മുണ്ട് പണ്ടല്ലേ, അതൊക്കെ അന്ന് തന്നെ വാങ്ങിച്ചു പുതിയത്. അതൊക്കെ നടക്കുവാ. അതൊക്കെ ഒന്ന് കൂടി ഇരുന്ന് അന്ന് അവരോട് ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പൈസ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കറിയാലോ ഇപ്പൊ അത്. അപ്പൊ അങ്ങനെ ചെയ്യാ. വലിയ ഉപകാരം. ഓ ആയിക്കോട്ടെ. അപ്പൊ ശീതളിനെ ഞാൻ വിളിക്കാം. എന്നിട്ട് എനിക്ക് എന്റെ നമ്പർ ഇല്ലേ? ഉണ്ട്, ഞാൻ സത്യേട്ടനെ വിളിച്ചോളാം. ഒന്ന് വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ അതൊക്കെ പറഞ്ഞു. ശരി. ഓ, ശരിയെങ്കിലും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ മനുഷ്യനായി നടന്നിട്ട് എന്താ കാര്യം? അതാ പിന്നെയും വന്നു. ഏട്ടനെവിടെ വിളിക്ക്. അപ്പൊ പോയി ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോയി. ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ പിന്നൊന്ന് ഇങ്ങനെ അങ്ങനെ കണ്ടാ മനസ്സിലാവണം. മുടന്തുണ്ടെന്ന് കണ്ടാ മനസ്സിലാവണം. ഉണ്ടോ? കണ്ടാ മനസ്സിലാവും. അങ്ങനെ പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ അത്ര അത് വേണ്ട. ഇതിലേതാ ഇഷ്ടായത്? ഏതാ തനിക്ക് ഇഷ്ടായി? രണ്ടാമത്തെ നല്ല രസമുണ്ട്. അപ്പൊ രണ്ടാമത്തെ അല്ലേ? ഞാൻ ആ മെഡിക്കൽ ബോർഡിൽ കൊടുക്കേണ്ട കാശ്, എന്റെ കാശൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. കണ്ടിനി. ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് കൂടുതലാണ്. കൂടുതലാണ്. അത് മാത്രം പോരാ. അവിടെ ഈ സീല് വെക്കുന്ന പിയൂണിന് കുറച്ച് കാശ് കൊടുക്കണം. പിന്നെ അവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ക്ലർക്കിനും കുറച്ച് കാശ് കൊടുക്കണം. അപ്പൊ ഇതിന്റെ കൂടെ അതും കൂടി അടക്കണം. ഗൂഗിൾ പേ ചെയ്താൽ മതി. ചെയ്യാം കേട്ടോ? ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ നീങ്ങും. ഇതിങ്ങനെ നടക്കുന്നതേ നമുക്ക് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് പണി എടുക്കണം. ബാക്കി പണി ഞാൻ എടുക്കാം. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ പോട്ടെ. ഹലോ. അതൊന്നും വേണ്ട. അല്ല, ഇവിടെ ഒന്നും കാണിക്കരുത്. മെഡിക്കൽ ബോർഡിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മതി. പുറത്തൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്ന ആൾക്കാർക്ക് സംശയവും. ഞാൻ ഇത് കാണിച്ചത് മറന്നോണ്ടാച്ചിട്ടേ. അത് കുഴപ്പമില്ല. ട്രയല് അങ്ങനൊക്കെ ചെയ്തോ. അത് നാട്ടുകാരുടെ മുമ്പിലൊന്നും വേണ്ട കേട്ടോ. ഇല്ല, അവിടം വരെങ്കിലും ഒന്ന് ഒരു ട്രയൽ നോക്കുവേ. അതാ ഞാൻ പറഞ്ഞത്. ആൾക്കാർ കാണാണ്ട് ചെയ്തോ, കുഴപ്പമില്ല. അതേ, ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോ ഒന്ന് വന്ന് കാണണട്ടോ. അത് കാണും. പോട്ടെ. സത്യശീലൻ വിളിച്ച കണ്ണ് കാണാനില്ല. അല്ലേ? കണ്ണ് കാണലെന്ന് പറയാനാ പറഞ്ഞത്. ആരാ പറഞ്ഞത്? PPHS സ്കൂൾ മാനേജറിലെ സത്യം സാർ. ഞാൻ വിളിച്ചിരുന്നു ശീതളൻ സാർ. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വന്നാ മതി എന്നാ പറഞ്ഞത്.
വേറെ ഏജ് ഓവറായേ, ആ ഇനി വേറെ ജോലിക്ക് വേറെ മാർഗമില്ല. അപ്പൊ സഹായിക്കണം. ഇതിലൊക്കെ അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അച്ഛനില്ല. അതെയാ. ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഇപ്പൊ ജോലി, സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ഒന്ന് ശരിയാക്കി തരണം എനിക്ക്. ഇതൊന്ന് വായിക്കി. അമ്മയിൽ മത്സരമേളം, പത്രിക നൽകിയത് 74 പേർ. ഇതിപ്പോ ആർക്കാ വായിക്കാൻ പറ്റാത്ത ഇത്ര വലുത്? ചെറിയ അക്ഷരം നോക്കിട്ട് വായിക്കി. ഇപ്പുറത്തെ വായിക്കി. ഈ ചെറുതാ. ആ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ MM പബ്ലിക്കേഷൻസ്, അരൂർ, കൊച്ചി. ആ ഓ അതാ വായിച്ചേ. ഇത് എനിക്കും കൂടി നോക്കിട്ട് വായിക്കാൻ പറ്റണില്ലല്ലോ. കന്നഡ ഒന്ന് എടുത്തേ, കന്നഡ ഒന്ന് എടുത്തിട്ട് വായിക്കി. കാലവർഷം ശക്തി പ്രാപിക്കും, റെഡ് അലർട്ട് 4 ജില്ലകളിൽ. കണ്ണിനൊരു കുഴപ്പമില്ല. ഇല്ല, ഇത് ഞാനൊരു ചെറിയ തലവേദന വന്നപ്പോ ഡോക്ടറെ എഴുത്തന്ന് വെച്ചാ പിന്നെ അതങ്ങനെ ശീലമായി. ഒന്ന് കണ്ണ് കാണാത്തവരുടെ പോലെ ഒന്ന് നടന്ന് കാണിക്കാൻ പറ്റുമോ? ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാണ്ട് കേട്ടോ, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇതേ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചാടി കയറാൻ പറ്റില്ല. നമുക്ക് ഇതിന് വേണ്ടതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില അറിവുകൾ നമുക്ക് ഉണ്ടാവണം. ഇത് ഞാൻ ചെയ്യാം കേട്ടോ. അത്രക്ക് വേണ്ട, ജോലി ചെയ്യാൻ പറ്റും വേണം. എന്നാ കണ്ണ് കാണാനുമില്ല അങ്ങനെ. ഏയ് ഒരു മൂടല് മതി. അവിടെ ഇരുന്നോ. ഓവറാക്കണ്ട, ഓവറാക്കണ്ട, ഓവറാക്കണ്ട. അല്ല ഞാനൊന്ന് അപ്പോ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിസ്ഥാനപരമെന്ന് പറഞ്ഞാ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ ഞാനത് അല്ല, അത് എപ്പോഴാ കിട്ടണ വെച്ചെങ്കിൽ അപ്പ അയക്കണത് എപ്പോഴാണോ അപ്പൊ തന്നെ എന്റെ പരിപാടികൾ തുടങ്ങും. ഇന്ന് തന്നെ അപ്പൊ അങ്ങനെ ഇന്ന് തന്നെ ഞാൻ തുടങ്ങും കേട്ടോ. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. ശരി സാറേ. എന്നിട്ട് എന്നിട്ട് എന്താ എങ്ങനെ സാറേ? എന്നിട്ട് തകൃതിയായ കച്ചവടം നടക്കുന്നുണ്ട്. ഒരു ദിവസം സുമാർ എത്ര രൂപയുടെ കച്ചവടം നടക്കും? ഞാനല്ല കച്ചവടം നടത്തുന്നത്. അവിടെ എത്ര രൂപ കച്ചവടം നടക്കുന്നു ഞാനങ്ങനെ പറയല്. അപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ വന്നേ? ഞാനാ ഞാൻ 2-3 ബസ് കയറിയിട്ടാ വന്നത്. അയ്യോ, 2-3 ബസ് കയറിയില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ എവിടെ വരണ്ട്, എവിടെ പറയണ്ടത്? ഇത് സ്കൂളിന്റെ ചുറ്റും കഞ്ചാവ് കച്ചവടാണ്. അല്ല, അതാ പറഞ്ഞത്. അത് ഇവിടെ ഒന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ എവിടെ പോയിട്ട് പറയണ്ടേ? ഡിയോന്റെ അടുത്തല്ലാണ്ട് എവിടെ ഞാൻ ഇത് പറയേണ്ട പോയിട്ട്? ഡിഒ ഒക്കെയാണ് സംഭവം, ശരിയാ. പക്ഷേ ഇതൊക്കെ ഇതിന്റെ എല്ലാം നടപടി എടുക്കേണ്ടത് ആരാ? സാറിന് അറിയില്ലേ? പോലീസ്, എക്സൈസ്, അല്ലെങ്കിൽ വല്ല ലഹരി വിരുദ്ധ സംഘടനകളോ അവരൊക്കെ അല്ലേ ഇതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ DO ഓഫീസിൽ ഇവിടെ ഇരുന്നോണ്ട് എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതിൽ ഡിയോന്? അങ്ങനെയല്ല, എനിക്ക് അവിടെ പോയി കഞ്ചാവ് വിൽക്കണവരെ പിടിക്കാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അവരെ അറസ്റ്റ് ചെയ്യണമല്ലോ. അറസ്റ്റ് ചെയ്ത് മാറ്റിയാലല്ലേ അതിന് കാര്യമുള്ളൂ. അത് നിങ്ങൾ വിളിച്ചു പറയണം. അല്ല, വിളിച്ചു പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ടില്ലല്ലോ. അല്ല, നിങ്ങൾ ഹെഡ് മാഷോടോ PT എന്നോട് വിളിച്ചു പറയണ്ടേ? അത് പറയാം. പിന്നെ അത് പറയല്ലേ? അത് പറയും ഞാൻ. അത് പറയണ്ടേ? അത് പറയുമല്ലോ. പറയണമല്ലോ. അത് പറഞ്ഞില്ലേ പിന്നെ ഞാൻ ആരാ? അതെ, ഞാൻ പറയും. അത് ഞാൻ പറയാം. അത് ഞാൻ പറഞ്ഞോളാം. പറയാ. ഇനിയിപ്പൊ തിരിച്ചു പോകുമ്പോഴും 2-3 ബസ് കയറണം അല്ലേ? 2-3 ബസ് കയറണം. പിന്നെ തിരിച്ചു പോകുമ്പോ പിന്നെ ബസ്സിലല്ലേ പോണ്ട്. ആ 2-3 ബസ് കയറാളല്ലേ പോയില്ലേ? വിളിച്ചു. എന്താ വിളിക്കാതെ? വിളിക്കും. എവിടെ? അയ്യോ, അയാളുടെ മട്ടും പാവം കണ്ട സ്കൂൾ പരിസരത്ത് ഞാൻ പോയി കഞ്ചാവ് വെക്കണ പോലെയാണ്. പിന്നെ എന്റെ പണിയല്ലേ കഞ്ചാവ് പിടിക്കുന്നത്. എന്നെ പോലെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് എക്സൈസിനും പോലീസിലുള്ള. അവര് കണ്ടുപിടിക്കട്ടെ. ഇവിടെ വേറെ പലതും കണ്ടുപിടിക്കാൻ കിടക്കണം. അത് കണ്ടുപിടിക്കാൻ പറ്റണല്ലോ. പിന്നെയാണ് അതിനിടയ്ക്ക് ഇനി ഇത് സാറേ എനിക്ക് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ സാറേ? മറ്റേ നമ്മുടെ സത്യശീലന്റെ എന്റെ അപ്രൂവൽ ആയില്ല സാറേ. എന്റെ ഒപ്പം കയറിയവർക്കൊക്കെ മുഴുവൻ അപ്രൂവൽ ആയി. പാരിജാതൻ.
PSC ഒന്നും എഴുതിയില്ലേ? PSC എഴുതി, ഒന്നും ശരിയായില്ല, കിട്ടിയില്ല. അംഗപരിമിതരുടെ ആ ഒരു പരിഗണന താങ്കൾക്ക് കിട്ടേണ്ടതാണല്ലോ. അതെ, പക്ഷെ ഞാൻ PSC എഴുതുന്ന നേരത്തെ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ശരിയായിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പൊ ശമ്പളം കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ്. ഒന്ന് വായിക്ക്. ശരിയായത് അല്ല, അത് വായിക്ക്. 19/8/2024 ഈ ഓഫീസിലെ BS/73/457/2024 ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ നമ്പർ H2/7208/2024 CG പാർട്ട് 1. അല്ല സാറേ, ഈ 2004 ഈ ഉത്തരവും എന്റെ അപ്രൂവലും തമ്മിൽ എന്താ ബന്ധം സാറേ? മനസ്സിലായില്ല. ഒരു ബന്ധമില്ല. അല്ല, തന്റെ കണ്ണിന് കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ടെസ്റ്റ് ഈ ഇടയ്ക്ക് ഇങ്ങനെ മങ്ങൽ വന്ന സാറേ, ഇടയ്ക്ക് ഇങ്ങനെ മങ്ങൽ വരും. ഇങ്ങനെ വെള്ള പേപ്പറിൽ ഇങ്ങനെ ഇട്ടെന്ന് നോക്കി. എടോ, താൻ ഈ ഓഫീസിൽ കയറി ഇറങ്ങിയ പല സമയത്തും ഞാൻ ശ്രദ്ധിച്ചു തന്നെ. അങ്ങനെ എനിക്കൊന്ന് അറിയണമായിരുന്നു എന്റെ കണ്ണിന് കാഴ്ചയുടെ പ്രശ്നം. പ്രശ്നമുണ്ട്. താൻ മൊത്തത്തിൽ പ്രശ്നക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. ശരിയാക്കി തന്നെ സാറ്, വേറെ മെഡിക്കൽ ബോർഡിനെ സ്വാധീനിച്ചാണ് ഇപ്പൊ പരിപാടികൾ ഒപ്പിച്ചേക്കണേ അല്ലേ? അപ്പൊ ഏജന്റിന് നല്ല പൈസ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പൈസ കൊടുത്താണ്, ഏജന്റ് പൈസ കൊടുത്തത് നല്ലത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? നല്ല പൈസ ഇങ്ങനെ ഊരിയാ എനിക്ക് ഒട്ടും തെളിവ്. അല്ല, ഇനിയിപ്പോ ഊരുണ്ട കുഴപ്പമില്ല. ഇനിയിപ്പൊ എന്നെ കാണാമല്ലോ അല്ലേ? സാറിന് ഒരു മിന്നായം പോലെ കാണാം. സാറിന്റെ താടി നല്ല തിക്കായിട്ട് ശരി. നരച്ച താടിയല്ലേ? കുറച്ച് നരച്ചിട്ടുണ്ട്. നരച്ചിട്ടുണ്ട്. ആണല്ലോ. അതെ, അവിടെ സ്കൂൾ മാനേജർക്ക് പൈസ കൊടുത്താ? മാനേജർക്ക് പൈസ കൊടുത്ത്. അച്ഛന്റെ സുഹൃത്താണെങ്കിലും പൈസ കൊടുത്ത്. ഓ, മേടിച്ചല്ലേ? എത്ര കൊടുത്തു? 40 രൂപ 2 രൂപ കുറച്ച് തന്നിട്ട് 38 രൂപ കൊടുത്തു. 38 കൊടുത്തില്ലേ? അപ്പോ ഇതിപ്പോ താൻ മാത്രമല്ല, തന്നെ പോലെ കുറെ എണ്ണമുണ്ട് ഇതുപോലെ മെഡിക്കൽ ബോർഡിൽ പോയി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിച്ച് ജോലി ചെയ്യണതുകൊണ്ട്, ഇതുപോലെ അപേക്ഷിച്ചിട്ട് ഇരിക്കണ കുറെ എണ്ണമുണ്ട്. ഞാനൊരു കാര്യം പറയാം, തന്റെ കാര്യം ഗോവിന്ദയാണ്. എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി മേടിക്കാൻ നോക്കും. അങ്ങനെ പറയല്ലേ സാറേ, കണ്ണും വെച്ചിട്ട് ഇനി താൻ ഒരുപാട് അഭിനയിക്കണം. നിർത്തിക്കേ. അത് നോക്കിട്ട് എന്റെ കണ്ണൊരു മാതിരിയാവും. തന്നെ ഉള്ള കാഴ്ചയിൽ അങ്ങനെ ഇരിക്കട്ടെ കേട്ടാ, വേറെ കുഴപ്പമില്ല. അങ്ങനെ പറയല്ലേ സാറേ, എന്തേലും ഒരു കാലി പിടിക്കാ സാറേ. ഇനിയിപ്പോ എനിക്കൊരു ജോലി ഇപ്പൊ എനിക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റണ മൊയ്തൂനാണ്. മൊയ്തു സാറേ? ഈ ഓഫീസിന്റെ പുറത്തെ ബീപ്പ് മൊയ്തു എന്ന് പറഞ്ഞിട്ട് ഒരാൾ നിപ്പുണ്ട്. ബീഫ് ഇറച്ചി കച്ചവടം? ബീഫല്ല, മട്ടൻ. ഇവിടെ ബീപ്പ് മൊയ്തു. അതവിടെ ചെല്ലുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവും. അയാളെ പോയി കാണാം, എന്താ സൊല്യൂഷൻ എന്നുള്ളത് അയാള് പറഞ്ഞുതരും. ഓ, ആയിക്കോട്ടെ. ഫോൺ ഇവിടെ വെച്ചല്ലേ സാർ? ഇതല്ല നീളത്തിൽ. അല്ല, സീരിയലൊക്കെ ട്രൈ ചെയ്യ കേട്ടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും. അപ്പൊ എന്നോട് മലയാളത്തിലല്ല ഞാൻ സംസാരിക്കണേ. ഓഫീസിലുള്ള എത്ര ആത്മാർത്ഥമുള്ള ആൾക്കാർ വിചാരിച്ചാലും ഫയല് മുകളിലോട്ട് പോവില്ല. ഫയല് മുകളിലോട്ട് പോണെങ്കിലേ ആ കിളിപോയി തന്നെ വിചാരിക്കണം. എനിക്ക് പണി നിർബന്ധമാണെങ്കിൽ ഈ പറഞ്ഞ പണി ചെയ്യും, അല്ലെങ്കിൽ എന്റെ പണി നോക്കിക്കോ. ഇവിടെ വേറെ ആൾക്കാരുണ്ട്. വെച്ചോ. എനിക്കെന്തേരി പൈസ കുറച്ചുണ്ടെങ്കിലും എനിക്ക് പണി നിർബന്ധാണോ? പണി വേണം, പക്ഷെ പൈസ ഈ പൈസ ഇപ്പൊ കൊടുത്താ മതി, പിന്നെ ശമ്പളം എനിക്ക് വാങ്ങിക്കാലോ കാലാകാലോ. ഹോൾഡ് ചെയ്ത് വെക്കുക. എങ്ങനെ പൈസ അത് നോക്കാം. ഓരോട് പറയാ 17-ാം തീയതി മുന്നേ പൈസ എത്തിക്ക, ഇല്ലെങ്കിൽ പണി പോവേ. വിളിച്ചില്ലേ ഇപ്പൊ? അല്ല, ചേട്ടൻ വിളിച്ചോലെ തോന്നി, ഒരു ഒച്ച കേട്ട് വിളിക്കും പോലെ. ഒച്ച കേട്ട് വന്നായി ഒച്ച കേട്ടാ പോവോ? എന്തേ? അല്ല, ഒന്നും. ആവശ്യത്തിന് വിളിച്ച ഒരുത്തനും വരില്ല. ബീപ്പിട്ട അപ്പ വരും.
ആ മൊയ്തു സാറല്ലേ? ആ ആ ദേ ആ എന്റെ പേര് പാരിജാതൻ. ഇച്ചിരി വെള്ളം കുടിക്കാൻ വെള്ളം വേക്കള്. ഈ വെള്ളം കുടിപ്പിക്കണ്ട, ഈ എന്റെ കാര്യം പറഞ്ഞോ. മൻമോഹൻ സാറ് പറഞ്ഞ് ബീപ്പ് മൊയ്തുവിനെ കണ്ട കാര്യങ്ങള് നടത്തി. മൊയ്തു എന്ന് പറഞ്ഞാൽ മതി, ബീപ്പ് മൊയ്തു എന്നൊക്കെ ഓര് വിളിക്കണ കേട്ടോ. ആ എന്താ കാര്യം? മൊയ്തു സാറേ, എന്റെ പേര് പാരിജാതൻ. ഞാൻ PPPHS അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. പക്ഷെ എന്റെ ഇത് അപ്രൂവൽ ആയിട്ടില്ല. ഞാൻ കാണുന്നുണ്ട്, നിങ്ങള് ഡെയിലി കയറി ഇറങ്ങണൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ മൻമോഹൻ സാറിനെ കണ്ട് അപ്പൊ പുള്ളിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അംഗപരിമിതൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള അർഹതപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ അംഗപരിമിതി നിങ്ങക്ക് ഉള്ള തന്നെയാണോ അല്ലെങ്കിൽ സംഘടിപ്പിച്ചാണോ? ഉള്ളതാണ്. സത്യം പറയണോ? സത്യം പറയാല, സംഘടിപ്പിച്ചതാണ്. എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്തിട്ട് എനിക്കൊന്ന് അപ്രൂവൽ ആക്കി തരണം. കാരണം വളരെ ബുദ്ധിമുട്ടിലാണ് വീട്. നിങ്ങള് അവിടെ ജോലിക്ക് കയറിയതേ ഈ അംഗപരിമിതിയിൽ ആരെങ്കിലും DO കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ആരും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഇന്റർവ്യൂവിന് പോയപ്പോ അംഗപരിമിതിയുള്ള ആൾക്കാര് ഒരുപാടുണ്ട് തന്നെ അവിടെ. അത് മൊയ്തു സാറേ, എന്റെ അച്ഛന്റെ സുഹൃത്താണ് മാനേജർ സ്കൂളിന്റെ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ അംഗപരിമിതിയുള്ള അർഹതപ്പെട്ടവര് വന്നു പോണുണ്ടായി, ഞാൻ കണ്ട്. പക്ഷെ ഇതിപ്പോ എനിക്ക് ഏജ് ഓവറായി, വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ ഈ അംഗപരിമിതിയുള്ള ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഓരോ സംഘടനയോ DO പരാതി കൊടുക്കുന്നതിന് മുമ്പ് അപ്രൂവൽ ആക്കി ശമ്പളം മേടിക്കാൻ അതാണ് സാറേ എനിക്ക് വേണ്ടത്. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ചെയ്യുന്നു, അപ്രൂവൽ ആക്കി തരണം സാർ. എന്നിട്ട് ചെയ്യാനൊന്നുമില്ല, ഞാൻ ചെയ്യുമ്പോൾ ചെയ്താൽ മതി. അല്ല, മൊയ്തു സാറ് ചെയ്യണ പോലെ ചെയ്യാൻ പറഞ്ഞു. നാളെ ഇറക്കി സൗണ്ട് ഞാൻ ചെയ്യണ പോലെ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങോട്ട് വെക്ക്. ഇതുണ്ടോ? അയ്യോ, ഇത്രയും പൈസ? ഇതിപ്പോ എനിക്ക് മാത്രമുള്ള ആളല്ലോ, ഓഫീസിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ. പിന്നെ എനിക്ക് എന്താണ്ടാവുക? എനിക്ക് ചെറുതുണ്ടെങ്കിലും കിട്ടുള്ളൂ ഇതിനകത്ത്. ഞാൻ ശരിയാക്കി തരാം. ശരിയാക്കി തന്നാ പണി എനിക്ക് കിട്ടും, ഇല്ലെങ്കിൽ അംഗപരിമിതിക്കാർ കൊണ്ടുപോകും. അത്രേ ഉള്ളൂ. എനിക്ക് നമ്പർ ഒന്ന് തന്നില്ല. ഞാൻ സാറിന്റെ നമ്പർ ഞാൻ ഗൂഗിൾ പേ ഇട്ട് തരാം പൈസ. നമ്പർ നോട്ട് ചെയ്തോ. ഞാൻ അടിച്ചു തരാം. പക്ഷേ ഗുഡ് മോർണിംഗ്. ആരാ? പക്ഷേ സ്കൂളിലേക്ക് ആവും. ഞാൻ പോവാനിറങ്ങിയാണ്. വേറെ ആരും ഇല്ല ഇവിടെ? വേറെ അമ്മകത്തുണ്ട്, ചെറിയ പനിയായിട്ട് കിടക്കണം. അയ്യോ, വിളിക്കട്ടെ. ഞാൻ വന്നതേ, അതെ, കല്യാണാലോചനയാണെങ്കിൽ ഇപ്പൊ വേണ്ട, ജോലി ഉണ്ടെന്നേ ഉള്ളൂ, ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല. അയ്യേ, ഞാൻ കല്യാണ ബ്രോക്കർ ഒന്നല്ല. പിന്നെ ഈ പറഞ്ഞ മാഷിക്ക് ശമ്പളം കിട്ടാൻ പോണില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഈ ഞാൻ ആരാന്നറിയോ? അംഗപരിമിതരായവരുടെ സംഘടനയുടെ ജില്ലാ ഭാരവാഹിയാണ് ഞാൻ. പേര് സുഗതൻ. മാഷെ പോലുള്ള ഒരു കാരണേ അർഹതപ്പെട്ട പാവം അംഗപരിമിതര് ഇപ്പൊ കട്ടപ്പുറത്ത് നിൽക്കാണ്. ഞാൻ എന്ത് ചെയ്തിട്ട്? BA BEd കേട്ടൊക്കെ ഉന്നത വിജയം നേടിയിട്ടുള്ള അർഹതപ്പെട്ട അംഗപരിമിതരെ പിന്തള്ളിക്കൊണ്ടാണ് ഇയാൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് ജോലി നേടിയത്. അല്ല സുധൻ സാറേ, ഞാൻ അങ്ങനെ മനസ്സറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അച്ഛന്റെ സുഹൃത്താണ് സത്യൻ സാറ്, സ്കൂളിന്റെ മാനേജർ. കാശ് കൊടുത്തില്ലേ? കാശ് കൊടുത്ത്. ഇനി ഞാനങ്ങനെ ചെയ്തിട്ടില്ല. നമ്മള് ജോലിക്ക് പോകണ, ജോലി കിട്ടി, ശമ്പളമായിട്ടില്ല. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ അതിനെ ഉപദ്രവിക്കുക എങ്ങനെയാന്നേ? ഞാൻ ഉപദ്രവിക്കണമെന്നില്ല. പക്ഷെ സംഘടനയിൽ തങ്ങളുടെ പേര് പറഞ്ഞ് കംപ്ലൈന്റ് വന്നിരിക്കുകയാണ്. അതിനെതിരെ നടപടി എടുത്തേ പറ്റൂ. എന്താ സുധൻ സാറേ, ഞാനങ്ങനെ വലിയ ആളൊന്നുമല്ല. ഈ വീടും പറമ്പും ഒക്കെ ബാങ്കിൽ പണയം പെടുത്തി അമ്മയുടെ സ്വർണ്ണമൊക്കെ വിറ്റ് കുറെ പൈസ കടവും മേടിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ കയറിയത്. മനസ്സറിഞ്ഞിട്ട് ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല. മാഷെ പോലുള്ള ഒരു സാധാരണക്കാരന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷെ മീറ്റിംഗ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൽ ചർച്ചയ്ക്ക് വെക്കുമ്പോ എന്തുകൊണ്ട് പാരിജാതൻ മാഷിന്റെ പേര് പറഞ്ഞില്ല എന്ന് ചില നേതാക്കന്മാർ കുത്തി ചോദിച്ചാൽ ഞാൻ എങ്ങനെ മറുപടി പറയും? സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം സാറേ. വേറെ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. അല്ല, ഞാൻ ബിടെക് വരെ പഠിക്കുകയും ചെയ്ത് ഏജ് ഓവറായി, വേറൊരു ജോലിക്ക് സാധ്യത ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്താണ്. പക്ഷെ മാഷിന്റെ വിഷമം വിചാരിച്ചു വേണേ ഞാനൊരു കാര്യം ചെയ്യാം. മീറ്റിംഗിലെ സാറിന്റെ പേര് പറയാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ വായ അടയ്ക്കാൻ പറ്റുമെങ്കിൽ സാർക്ക് രക്ഷപ്പെടാം. ഒന്ന് എങ്ങനെയെങ്കിലും അടക്കാൻ പറ്റുമോ? ഒരു 25,000 രൂപ എനിക്ക് തന്നാൽ അതിൽ നിന്ന് ഞാൻ അവർക്ക് കുറേശ്ശെ കൊടുത്താൽ അവർ മിണ്ടാതെ ആവും. അപ്പൊ സാർക്ക് ശമ്പളം കിട്ടി തുടങ്ങി സ്ഥിരമാവുമ്പോ പിന്നെ അതൊരു പ്രശ്നമില്ല. 25,000 വേണ്ടി വരുമോ? അല്ല, അതെ, ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരെങ്കിലും സാറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ഈ കട എടുത്തതും
മറ്റേ സത്യമാഷക്ക് കൊടുത്ത പൈസ ഒക്കെ വേസ്റ്റ് ആവും, ജോലിയും പോവും. അതാ പറഞ്ഞത്. അല്ല, 25,000 രൂപ തരണോണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. ഇപ്പൊ ഒരുപാട് കടം മേടിച്ചിട്ടാണ് സ്കൂളിൽ കൊടുത്തത്. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. പക്ഷെ അതൊക്കെ വേസ്റ്റ് ആവും ഇവരെങ്ങാനും കുത്തിപ്പൊക്കി. അതാണ് പറയുന്നത്. എന്റെ കയ്യിൽ വേറൊരു ആവശ്യത്തിന് വെച്ചൊരു 5,000 രൂപ സാറിന് ഇപ്പൊ തരാം. ബാക്കി ഞാൻ GPay ചെയ്ത് തരാം. GPay ഒന്നും ഈ വക കാര്യത്തിന് പറ്റില്ല. അതൊക്കെ പിന്നീട് എനിക്കൊരു ബാധ്യതയായി മാറും. നേരിട്ടാണ് ഇടപാട്. നേരിട്ട് അപ്പൊ ഇപ്പൊ 5,000 തരാം. 5,000 രൂപ വെച്ചോ. മറ്റേ ഞാൻ നാളെ വരാം. നാളെ വരുമ്പോ തന്നു കഴിഞ്ഞാൽ നാളെ അല്ല, ശനിയാഴ്ച വന്നാൽ മതി. ശനിയാഴ്ച. അപ്പൊ ശനിയാഴ്ച വരും. അതുവരെ ഞാൻ കാക്കും. ഇത് പാവപ്പെട്ട അംഗപരിമിതരെ പറ്റിച്ച് ജോലിയിൽ കയറിയിട്ടുള്ള തന്നെ പോലുള്ള ഒരുപാട് പേരുടെ ലിസ്റ്റാണ് ഇതില്. അവരൊക്കെ കാണാനുള്ളത്. പറ്റിച്ചെന്ന് പറയില്ല. പറ്റിച്ച തന്നെയാണല്ലോ. ഇപ്പൊ അത് പോട്ടെ, ഇപ്പൊ പറ്റിച്ചിട്ടില്ല. അപ്പൊ മാഷ് നല്ല മാഷായി. അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ഞാൻ വരും. 20. ഹലോ, മാഷല്ലേ? അതെ, ആരാണ്? എന്റെ പേര് ഉണ്ണീന്നാണ്. പറയൂ. ഞാൻ മാഷോട് ഒരു കാര്യം പറയാൻ വിളിച്ചാണ്. പറഞ്ഞോളൂ. സാറിനെ പോലെ കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് നടക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നു പറഞ്ഞ് നടക്കുന്ന ഒരു കള്ള സുഗതനുണ്ട്, തരികിട സുഗതൻ. അയാൾ പൈസ വയ്ക്കും. അയാൾ ഞങ്ങളുടെ ഭിന്നശേഷി സംഘടനയിൽപ്പെട്ട ആളൊന്നുമല്ല. ഇതിപ്പോ എന്നോട് പറയണത്? മാഷ പോലെ കള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് നടക്കുന്ന ഒരു ബിരുദനാണ് അയാള്. അല്ല, അപ്പൊ നിങ്ങളാരാണ്? ഞാനോ? ഞാൻ ജന്മനാ ഭിന്നശേഷിയിൽപ്പെട്ട ഒരാളാണ് സാറേ. ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നോക്കുന്നവരെ പാവം. പക്ഷേ സഹതപ്പെട്ട ഞങ്ങൾക്ക് കിട്ടേണ്ട പണി മാഷ് വളഞ്ഞ വഴിയിലോട്ട് തട്ടിയെടുത്ത് അതിന്റെ തലപ്പത്തിരിക്കുമ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ് സാറേ. ജീവിതമാണ്. ഞങ്ങളെപ്പോഴും ഒറ്റക്കല്ലേ. ഞങ്ങൾക്ക് ആരാ സംസാരിക്കാൻ വേണ്ടിയിട്ട്? ആരുമില്ല സാറേ. നിങ്ങളോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇത്ര മാസം മേടിക്കുന്ന ശമ്പളത്തിന്റെ മുകളിൽ നമ്മളെ കണ്ണീരുണ്ടാവും സാറേ. ഉണ്ണി, ഹലോ. ഉണ്ണി, ഞാനത് ഉണ്ണി, ഹലോ. സുഗത്. അയ്യോ, എന്റെ 5,000. നിക്ക പട്ടിയാണോ? മായം